ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് നമ്മുടെ ലെവൽസ് പെർഫെക്റ്റ്ലി മാർക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ സിറ്റുവേഷൻസ് കാരണം ട്രേഡ് ചെയ്യാൻ പേഴ്സണലി എനിക്ക് ആ പൊസിഷൻസിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിനകത്ത് നല്ല ട്രേഡ്സ് നടക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഞാൻ കുറച്ച് സ്വിങ് പൊസിഷൻസ് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് ഉള്ളിൽ ഒരു 3-4 സ്റ്റോക്സ് പറഞ്ഞിരുന്നു. മാർക്കറ്റ് താഴേക്ക് വീഴുന്നത് കാരണം ഇതുവരെ ആ പൊസിഷൻ എടുത്തിട്ടില്ല. മാർക്കറ്റ് കറക്റ്റ് ആവട്ടെ. ഇനി ഒരു സപ്പോർട്ടിൽ നിന്ന് ഏത് സപ്പോർട്ടാണ് 23,000 ആണോ 23,100 23,800 ഇല്ലെങ്കിൽ 24,000 ഇനി ഒരു ബൗൺസ് ബാക്ക് ചെയ്യുവാണെങ്കിലൊക്കെ ആ ഒരു പൊസിഷനിൽ നിന്ന് ആഡ് ചെയ്യാമെന്നാണ് പ്രസൻ്റ്ലി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വിംഗ് ട്രേഡേഴ്സ് വാച്ച് ചെയ്യുക. മാർക്കറ്റിന് ഒരു 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 കർവ്, താഴേക്കുള്ളൊരു കർവ് ഉണ്ട്. അപ്പോൾ ആ ഒരു കർവിൻ്റെ സമയത്ത് നമ്മൾ ബൈ ചെയ്യേണ്ട. അത് ഡിപ്പ് എടുക്കുന്ന സമയത്ത് അടുത്ത സപ്പോർട്ട് ലെവൽ എത്തുമ്പോഴേക്കും ബൈയിനെ കുറിച്ച് ചിന്തിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം 23,800 24,000 ആണ് അതിൻ്റെ ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ലെവല് താഴത്തെ ലെവല് 22,000 ആയിരുന്നു, ഇപ്പോൾ 24,000. സോ റീടെസ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കാം. അത്യാവശ്യം നല്ല സ്റ്റോക്സ് ഉണ്ട്. നമ്മുടെ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്സ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻഫോസിസ് ഭയങ്കരമായിട്ട് മാർക്കറ്റിനെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. 1380 1400 നിന്ന ഇൻഫോസിസ് ഇന്ന് നിൽക്കുന്നത് ഓൾമോസ്റ്റ് 10% ഇല്ല, 6-8% ഡൗൺ ആയിട്ട് 1240 രൂപയിലാണ് നിൽക്കുന്നത്. HDFC ബാങ്ക് അതിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് നമുക്ക് ചാർട്ടിലേക്ക് പോവാം. HDFC ബാങ്ക് അതിൻ്റെ സപ്പോർട്ടായിട്ടുള്ള 800 ബ്രേക്ക് ചെയ്തിട്ട് 784 അടുത്ത സപ്പോർട്ടിലെത്തി. അടുത്ത 740-760 എൻ്റെ അടുത്ത സപ്പോർട്ടെന്ന് പറയുന്നത്. റിലയൻസ് അങ്ങനെ തന്നെ തുടരുന്നു. റിലയൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ് 1340 എന്ന് പറയുന്നത്. ആ ലെവലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്ര നല്ലതല്ല. ഇന്ന് നോക്കുക, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി റിലയൻസ് എങ്ങാനും താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ 24,000 താഴേക്ക് കൊണ്ടുപോകാനുള്ള പവർഫുൾ റീസൺ ആവാനുള്ള സാധ്യതയുണ്ട്. SBI, നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള SBI വളരെ സ്ട്രോങ് ആയിട്ട് 1080 മേളിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാങ്കിങ് സെക്ടർ ഏറ്റവും കൂടുതൽ ഡ്രാഗ് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ IT സെക്ടർ ഡ്രാഗ് ചെയ്യുന്നു. രണ്ടാമത് ബാങ്കിങ് സെക്ടർ ഡ്രാഗ് ചെയ്യുന്നു. ബാക്കിയുള്ള സെക്ടേഴ്സ് ചെറുതായിട്ട് താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ താഴെ പോയിട്ട് വരട്ടെ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ട്രേഡിങ് പാറ്റേൺസാണ് ഈ പാറ്റേൺസൊക്കെ എന്ന് പറയുന്നത്. ഇതൊക്കെ അത്യാവശ്യം നല്ല ട്രേഡിങ് ഏരിയാസ് ആയിരുന്നു. അതായത് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ബയ്യേഴ്സിന് കാശുണ്ടാക്കാനുള്ള സാധ്യത. മാർക്കറ്റ് സിറ്റുവേഷൻ അതാണ്. പക്ഷേ പേഴ്സണലി ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കാരണം എടുക്കാൻ പറ്റുന്നില്ല. ബട്ട് മാർക്കറ്റ് ഇനിയും ഇങ്ങനെ തന്നെ തുടരും. കഴിഞ്ഞ മാസമൊക്കെ മാർക്കറ്റ് ട്രംപ് കാരണം, വാറ് കാരണം താഴേക്ക് വീഴുന്നപ്പോൾ നല്ല മൊമെൻറ്റം കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോൾ എൻട്രി എടുക്കാൻ പറ്റുന്നില്ല, അതാണ് സിറ്റുവേഷൻ. അപ്പോൾ അടുത്തൊരു നല്ലൊരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും, അടുത്ത വീക്കൊക്കെ ആകുമ്പോഴേക്കും ഞാനൊന്ന് സെറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഡയറക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കുറച്ച് ട്രേഡ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഇത് നല്ലൊരു ഡയറക്ഷനാണ്. മാർക്കറ്റിന് ഒരു താഴേക്കുള്ളൊരു പാറ്റേൺ സെറ്റായിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് കംപ്ലീറ്റ്ലി താഴേക്കുള്ള ഒരു പാറ്റേണിലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത സപ്പോർട്ട് ഏതാണ് എന്നുള്ളത് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും, ഞാനെപ്പോഴും ഒരു യൂട്യൂബ് വീഡിയോ ഇടുവാണെങ്കിൽ അത് വേറൊരാൾക്ക് പഠിക്കാൻ കൂടെ എന്തെങ്കിലും ഡേറ്റാസ് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ് ഇനി അടുത്തത് സപ്പോർട്ടിലേക്ക് വരാനുള്ള ഏരിയയിൽ ഓൾറെഡി ഈ ഒരു സപ്പോർട്ടാണ് ഈ ലൈനിൽ നിൽക്കുന്നതെങ്കിലും യഥാർത്ഥ സപ്പോർട്ട് കുറച്ചുകൂടെ താഴെയാണ്. 23,960 24,000 എന്നുള്ള സപ്പോർട്ടാണ്. അപ്പോൾ അടുത്ത ക്യാൻഡിൽ എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ മൂവ് എന്ന് പറയുന്നത് 24,180. ഇന്നത്തെ ദിവസം ആലോചിച്ച് വയ്ക്കുക. 24,180 എന്ന് പറയുന്നത്, ഇവിടെ നമ്പേഴ്സ് ഇല്ല, 180 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്ത് നിൽക്കുമായിരുന്നു. ബോഡി അവിടെയാണ് സപ്പോർട്ട് എടുത്ത് നിന്നത്. അപ്പോൾ ഇന്ന്
180 ആദ്യം കീപ്പ് ചെയ്ത് വയ്ക്കുക, താഴെ 100, 24,000 എന്നിങ്ങനെ ഇന്നലത്തെ അതേ ലെവൽസ് തന്നെയാണ്, 23,800 എന്നിങ്ങനെയുള്ള സപ്പോർട്ട് തന്നെയാണ്. മാർക്കറ്റ് അത്രയും വലിയ മൂവ്മെൻറ്റിനുള്ള പ്രത്യേകിച്ച് റീസൺസ് ഇപ്പോൾ ഇല്ല. ഇന്ന് ഇൻഫോസിസ് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഈ ഒരു സപ്പോർട്ട് വന്നേക്കാം, ഈ ഒരു ഏരിയയിൽ നിന്ന് ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ട്രേഡ് ചെയ്യാം. അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ട്രേഡിംഗ് പാറ്റേൺ സെറ്റ് ചെയ്യുക. മൺഡേ ആകുമ്പോഴേക്കും മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി കാണുകയാണെങ്കിൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത് മൺഡേ ആവാം എന്നുള്ളതാണ് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടോ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, പകരം ഓട്ടോ ആൻസിലറീസ്, അതായത് ബാറ്ററി, EV സെക്ടർ പോലുള്ള സംഭവങ്ങളിലായിരിക്കും നമ്മുടെ അടുത്ത ഫോക്കസ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, എക്സൈഡ്, അമരരാജ, മദർസൺ സുമി എന്നിങ്ങനെ കുറച്ച് സ്റ്റോക്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടേതായ അനാലിസിസിലൂടെ ഞാൻ ജസ്റ്റ് ഐഡിയ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ലെവൽസ് എല്ലാം ഇന്നലെ ഷെയർ ചെയ്തത് തന്നെയാണ്. 240, 350 ആണ് മേളിലോട്ടുള്ള ലെവൽസ്. ഇന്ന് ഞാനൊരു സൈഡ് വേസ് മാർക്കറ്റ്, അതായത് ലോവർ സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിട്ട് മാക്സിമം സൈഡ് വേസ് നിൽക്കാൻ ശ്രമിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവൽസിലേക്ക് പോകും. എക്സ്പെക്റ്റിംഗ് അറൗണ്ട് ട്രേഡിംഗ് 24 to 40 തന്നെയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണെങ്കിൽ 240 സ്ട്രോങ് റെസിസ്റ്റൻസ് ആവാൻ 180-ലോ 240-ലോ അടുത്തൊരു റെസിസ്റ്റൻസ് എടുക്കാനും ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ 24,000 നിന്ന് ബ്രേക്ക് ചെയ്യാതിരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുക. തിരിച്ച് വന്നു കഴിഞ്ഞാൽ 240-ൽ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു മൈൻഡ് സെറ്റ് ഇരിക്കട്ടെ, നിങ്ങളുടേതായ അനാലിസിസ് കൂടെ നോക്കുക. ഇതിന് ശേഷം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.